എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ബയോമെക് 10L എന്ന് പറയുന്ന മോഡലാണ്. 3 മെമ്പേഴ്സുള്ള ഫാമിലിയിലേക്ക് കൊടുക്കുന്ന മോഡലാണ്. 2.5 കിലോ വേസ്റ്റിൽ നിന്ന് 1-1.25 മണിക്കൂർ കത്തിക്കാനുള്ള കുക്കിംഗ് ഗ്യാസ് കിട്ടുന്ന മോഡലാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ്. വീഡിയോയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കാരണം ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നൈറ്റിലാണ്. എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കാം. ലെവലിംഗ് അതുപോലെ തന്നെ മിക്സിങ് അങ്ങനത്തെ പ്രോസസ്സാണ് നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത്. അതിലുപരി കുറച്ച് പോയിന്റും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ പ്രോസസ്സ് ലെവലിംഗ് തന്നെയാണ്. ലെവലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്ലാന്റ് ഇറക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ചാണകം നിറയ്ക്കലാണ്. നമ്മൾ ഓരോ പ്ലാന്റിനും ഓരോ ലെവലിലാണ് ചാണകം നിറയ്ക്കേണ്ടത്. ചാണകം ഫ്രഷ് ആയിരിക്കണം, കെമിക്കൽ ഫ്രീ ആയിരിക്കണം. പല സ്ഥലങ്ങളിലും ചാണകം ഫ്രഷ് ആവുകയില്ല, അതേപോലെ തന്നെ കെമിക്കൽ ഫ്രീയും ആവണമെന്നില്ല. കാരണം പലരും വേസ്റ്റ് ഇടുന്നത് ചാണകോയിലായിരിക്കും. ചില സ്ഥലങ്ങളിൽ തൊഴുത്ത് കഴുകുന്നത് കെമിക്കൽ കൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാറില്ല. അഥവാ ഇനിയിപ്പോൾ കസ്റ്റമർ നിർബന്ധം പറഞ്ഞ് നമ്മൾ ഈ ചാണകം നിറയ്ക്കുകയാണെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ചാണകം ചിലപ്പോൾ വർക്ക് ചെയ്യാതെ വരികയും പ്ലാന്റിനെ സ്വാഭാവികമായിട്ടും കംപ്ലൈൻ്റ് ആണെന്ന് കസ്റ്റമർ തെറ്റിദ്ധരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ റിസ്ക് പാർട്ട് കസ്റ്റമർക്ക് കൊടുക്കാത്തത്. പ്ലാന്റിനകത്ത് വേറെ മെക്കാനിക്കൽ ഭാഗങ്ങളോ സെൻസറുകളോ ഒന്നും തന്നെ ഇല്ല. ചാണകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. പ്ലാന്റിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് 30 വർഷമാണ്. ആ വാറണ്ടി പ്ലാന്റിന് മാത്രം കൊടുക്കുന്നതാണ്. ഒരിക്കലും നിങ്ങളിടുന്ന വേസ്റ്റിനോ അല്ലെങ്കിൽ നിങ്ങളിടുന്ന വേസ്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന കംപ്ലൈൻസിനോ നമുക്ക് വാറണ്ടി തരാൻ പറ്റില്ല. കാരണം ഇടുന്ന വേസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. പ്ലാന്റിന്റെ pH മാറിക്കഴിഞ്ഞാൽ പ്ലാന്റിന്റെ ഗ്യാസ് പ്രൊഡക്ഷൻ കുറയും. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഓവർ മധുരം, പുളി, ഇതൊക്കെ pHനെ ബാധിക്കുന്ന സംഭവമാണ്. മെയിനായിട്ട് കെമിക്കലോ പ്ലാസ്റ്റിക്കോ പോവുക, അല്ലെങ്കിൽ ഇടുന്ന വേസ്റ്റ് പറഞ്ഞ ലിമിറ്റിനേക്കാളും കൂടുതൽ ഇടുക. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് വർക്ക് ചെയ്യാതെ വരുന്നത്. സ്വാഭാവികമായിട്ടും പ്ലാന്റിന്റെ കംപ്ലൈന്റ് ആണ് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യും. ഒരിക്കലുമല്ല. പലർക്കുമുള്ള മിഥ്യാധാരണ, പല വീടുകളിലും പ്ലാന്റുകൾ വർക്ക് ചെയ്യാതിരിക്കുന്നതിന്റെ മെയിൻ കാരണം എൻഡ് യൂസർ കസ്റ്റമർ 50%, അതേപോലെ തന്നെ മാനുഫാക്ചറർ 50%. അങ്ങനെയാണ് പ്ലാന്റിന്റെ ഒരു സർവീസ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഭാഗത്തുനിന്നും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് വേണ്ടുന്ന ബാക്കപ്പ്, ഡിറക്ഷൻസ്, ഗൈഡ് ലൈൻ അത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. യൂസ് ചെയ്യേണ്ട 50% ഭാഗം നിങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്ന ഡിറക്ഷനിലാണ് നിങ്ങൾ പ്ലാന്റ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബക്കറ്റിന്റെ അളവ് വരെ കൊടുക്കുന്നുണ്ട്. അത്രയും കാര്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തും പലയിടത്തും പല പ്രശ്നങ്ങളും വരാറുണ്ട്. അതും നമ്മൾ പരമാവധി പരിഹരിക്കാൻ തയ്യാറുമാണ്, പരിഹരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കലും പ്ലാന്റിൻ്റെ ഉള്ളിലിടുന്ന വേസ്റ്റിന് നമ്മൾ ഒരിക്കലും വാറണ്ടിയോ ഗ്യാരണ്ടിയോ നൽകുന്നതല്ല. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. എല്ലാ പ്രോസസ്സും സെയിം തന്നെ ആയതുകൊണ്ടാണ് ഇതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കോമെൻറ്റ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ച് അതിൻ്റെ കമൻറ്റിൽ അതിൻ്റെ കാരണം കൂടി രേഖപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ട്വിറ്റർ പേജുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സ് അതിൽ നിന്നും ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബയോഗ്യാസോ സോളാറോ സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മെയിൻ്റനൻസ് ആവശ്യമായ കാര്യങ്ങൾക്കാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. എന്ത് തരം ഡൗട്ടുകളോ ക്ലിയർ ചെയ്യാനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിനൊരു മടിയും വിചാരിക്കേണ്ട. 24/7 നമ്മുടെ കസ്റ്റമർ കെയർ ഉണ്ടാവും. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ ആരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അഥവാ മിസ് കോളോ അല്ലെങ്കിൽ കോളുകൾ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. ഇനി അഥവാ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത കോളുകളാണെങ്കിൽ നിങ്ങൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിനും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.